നമസ്കാരം. സീറോ മലബാർ സഭയിൽ കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഞ്ഞപ്ര പള്ളിയിൽ കൊച്ചച്ചൻ ജെഫ് പഴേലിപ്പറമ്പിലിന്റെ ഗുരുതര സഭാവിരുദ്ധ പ്രവർത്തനത്തെ തുടർന്ന് സഭ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത കാര്യം നമുക്കറിയാം. അതേ തുടർന്ന് അതിനെ ചോദ്യം ചെയ്ത് വിമത വൈദികരും വിശ്വാസികളും അവിടുത്തെ വികാരിയെ ഭീഷണിപ്പെടുത്തി. ഇന്നലെ രാത്രി പെരുന്നാൾ അവസാനിച്ച ശേഷമാണ് വിമത നാടകം അരങ്ങേറിയത്. മാത്രമല്ല, പ്രതിഷേധ യോഗങ്ങളും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കാൻ പല സ്ഥലങ്ങളിൽ നിന്നും വിമത നേതാക്കൾ എത്തിയിരുന്നു. സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർക്ക് സംരക്ഷണം നൽകുന്നതിനും അതിന് സാധിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ പള്ളികൾ താൽക്കാലികമായി അടച്ചിടുകയാണ് നല്ലതെന്നുമാണ് ഭൂരിപക്ഷം വിശ്വാസികളും പറയുന്നത്. ഇടവകകളുടെ പുറത്തുനിന്ന് വരുന്നവരാണ് ഭൂരിപക്ഷം സ്ഥലത്തും കയ്യാങ്കളിക്ക് നിൽക്കുന്നത്. ഇത് സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. മാത്രമല്ല, സഭാവിശ്വാസികൾക്ക് വിമത വൈദികരുടെ അടുത്ത് ഒരാവശ്യവുമായി ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ചോദിക്കാൻ ചെല്ലുന്ന വിശ്വാസികളെ കയ്യേറ്റം ചെയ്യുകയും പിന്നീട് വൈദികനെ ആക്രമിച്ച് ആശുപത്രി, പോലീസ് കേസ് എന്ന് വേണ്ട പൊല്ലാപ്പുകൾ പലതാണ്. മറ്റൂർ പള്ളിയിൽ ധ്യാനഗുരു മഞ്ഞളി അച്ഛൻ തന്നെയാണ് അതിന് തുടക്കമിട്ടത്. കാര്യങ്ങൾ വഷളായപ്പോൾ മഞ്ഞളി അച്ഛനെതിരെയും പോലീസ് കേസെടുത്തു. ഇപ്പോഴും മഞ്ഞളി അച്ഛൻ വൈരാഗ്യ ബുദ്ധിയോടെയാണ് വിശ്വാസികളോട് പെരുമാറുന്നതെന്നാണ് അവർ പങ്കുവെക്കുന്നത്. അച്ഛനെ പോലുള്ളവരുടെ ആക്ഷേപങ്ങൾ സഹിച്ചാണ് വിവിധ ഇടവകളിലെ സഭാനുകൂലിക വിശ്വാസികൾ മുന്നോട്ട് പോകുന്നത്. പുതിയ അതിരൂപത നേതൃത്വം ശരിയായ രീതിയിൽ അതിരൂപതയെ നയിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയാണുള്ളത്. എന്നാൽ വിമതപക്ഷത്തെ മുതിർന്ന വൈദികന്റെ പ്രതികരണത്തിൽ നിന്നും അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ അവസാനിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ സഭാ നേതൃത്വത്തിലെ ചില മെത്രാന്മാർ സമ്മതിക്കില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. വിശ്വാസികളുടെ നിസ്സംഗതയാണ് എന്ത് തോന്നിയാസവും കാണിക്കാം, ആരും ചോദിക്കുന്നില്ല നിലയിലേക്ക് വിമതരെ എത്തിച്ചത്. 5 ലക്ഷം വിശ്വാസികളുടെ അട്ടിപ്പേർ പിന്തുണയാണ് വിമതർ അവകാശപ്പെടുന്നത്. അത് സമൂഹത്തിൽ അവർക്ക് പിന്തുണയുണ്ടെന്ന് വരുത്തി തീർക്കുന്നു. ഓരോ ഇടവകയിലെയും വിശ്വാസികൾ സമാധാനപരമായി അല്ലെങ്കിൽ ജനാധിപത്യപരമായി പ്രതികരിച്ചാൽ വിമതരുടെ വിളയാട്ടം കുറയുമെന്ന് മാത്രമല്ല, സഭയുടെ മേലധികാരികൾക്ക് ഇവർക്കെതിരെ നടപടി എടുക്കുവാൻ ഊർജവും കിട്ടും. വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളുന്ന വിമതർക്ക് ഒരു പേടിയും ഉണ്ടാകും.